എന്നാ പിന്നെ കല്യാണം നടക്കട്ടെ അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതി കാര്യമല്ല. ശ്രീകുട്ടിയെ സ്കാൻ ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. ഗോവിന്ദ് വിവരങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കൺഗ്രാറ്റ്സ്, നീ ഒടുവിൽ ജയിച്ചലോടെ കാമുക. ഞങ്ങളെ ജയിപ്പിച്ചതല്ലേടാ അമ്മോ. അവളിന്നും അങ്ങനാണല്ലോ, മറ്റുള്ളവർക്ക് പ്രകാശം നൽകാൻ വിളക്കേന്തുന്ന ദേവത. സച്ചി പറഞ്ഞത് സത്യമാ. എന്റെ അനിയത്തി ദേവത തന്നെയാ. മോനെ, ശാസ്ത്രികൾ കുറിച്ച് മുഹൂർത്തം കഴിഞ്ഞു. മാത്രമല്ല, ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിരിക്കുന്നത് ചന്ദ്രവർമ്മയാണ്. ഇവിടെ വെച്ച് വിവാഹം വേണോ? ഇനിയും കാത്തിരിക്കാനൊന്നും പറ്റില്ല അങ്കിളെ. അയാളുടെ ചിലവായ പണം ഞാൻ കൊടുക്കും. മുഹൂർത്തമൊന്നും ഞാൻ ഇനി നോക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് യോജിക്കാൻ ഇനി എന്ത് മുഹൂർത്തം? വിവാഹം നടക്കട്ടെ പ്രവേട്ട. എന്തുകൊണ്ട് അതാ നല്ലത്. ദക്ഷയ്ക്ക് ഇതൊരു തിരിച്ചടിയാ. എങ്കിൽ വിവാഹത്തിലേക്ക് കിടക്കാം. പാടില്ല. ഇന്ന് ഈ വിവാഹം നടത്താൻ പാടില്ല. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾ ഈ വിവാഹം നടത്തിയാൽ പ്രാണാപായം സുനിശ്ചിതം. മുഹൂർത്തവും കഴിഞ്ഞിരിക്കുന്നു. ഒന്നും അറിയാതെ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇപ്പോൾ ഈ വിവാഹം നടന്നാൽ ദേവി കോപം ഉണ്ടാകും. നിങ്ങൾ തൊട്ടടുത്ത ദിവസത്തിലെ നല്ലൊരു മുഹൂർത്തത്തിനായി കാത്തിരിക്കുക. ഒരു തടസ്സവും ഇതിനിടയിൽ വന്ന് ഭവിക്കില്ല. എനിക്കൊന്ന് കിടക്കണോ അമ്മ? സ്വാതി മനയിലേക്ക് കൊണ്ടുപോ. കല്യാണം വരെ ചികിത്സ തുടർന്നേ പറ്റൂ. ശാസ്ത്രികൾ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ശരി, ആദ്യം സ്വാതി റിസോർട്ടിലേക്ക് കൊണ്ടുപോവാം. തളർച്ച മാറിയിട്ട് മതി മനയിലേക്ക് കൊണ്ടുപോകുന്നത്. ശാസ്ത്രികളെ, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഇതേ സമയം വരെ നല്ല രീതിയിലൊന്നും ശ്വാസം പോലും എടുത്തിട്ടില്ല. ഭയവും ടെൻഷനും എന്നെ ഓരോ നിമിഷവും തളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് വിവാഹത്തിനായി മുഹൂർത്തം കുറിച്ചതും ശാസ്ത്രികൾ തന്നെയാ. ഒടുവിൽ ഇന്ന് വിവാഹം നടത്തരുതെന്ന് വിധിക്കുന്നതും ശാസ്ത്രികൾ തന്നെ. വിധിച്ചത് ഞാനല്ല, സാക്ഷാൽ ദേവി മഹാമായ. ഇന്ന് ശ്രീദേവിയുമായി ഫോണിൽ സംസാരിച്ച ശേഷം എന്റെ മനസ്സ് ചഞ്ചലമായിരുന്നു. ഇതുവരെ ഇല്ലാതിരുന്ന പല ചിന്തകൾ എന്നെ വേട്ടയാടി. പിന്നെ തുടരെയുള്ള ദുർനിമിത്തങ്ങളും. കവടി നിർത്തി പ്രശ്നം വെച്ചു. വലിയൊരു തടസ്സമാണ് ഞാൻ മുന്നിൽ കണ്ടത്. ഇന്ന് വിവാഹം നടത്തരുതെന്ന് അമ്മ കൽപ്പിക്കുകയായിരുന്നു. ഇന്ന് ഈ വിവാഹം നടന്നിരുന്നെങ്കിൽ ദേവി കോപം ഉറപ്പായനെ. ഭവിഷ്യത്ത് ചെറുതായില്ല. 5 തലമുറകൾ അനുഭവിച്ചാലും തീരില്ലായിരുന്നു. ഇനി ഭയപ്പെടാനൊന്നുമില്ല. അടുത്തൊരു മുഹൂർത്തം കണ്ട് മംഗളമായി തന്നെ നമുക്ക് ഈ വിവാഹം നടത്താം. ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. ശാസ്ത്രികളെ, അത് ഇത്രയും നേരം എന്നെ തീ തെറ്റിച്ച മറ്റൊന്നുണ്ട്. സഞ്ജു ആദ്യം താലി കെട്ടിയ പെണ്ണ് കതിർമണ്ഡപത്തിൽ വരൂന്ന് ശാസ്ത്രികൾ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. അക്കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്.
അത് ശാസ്ത്രികൾ ദൂരീകരിച്ചു തരുമോ? ആ, ശാസ്ത്രികൾ ഉദ്ദേശിച്ച ആ പെൺകുട്ടി നമ്മുടെ ശ്രീകുട്ടി തന്നെയാണോ? ഞാൻ എന്താണ് പറഞ്ഞത്? താലികെട്ട് നടക്കുമ്പോ അവൾ എത്തുമെന്നല്ലേ? ഇന്നിപ്പോ താലികെട്ട് നടന്നില്ലല്ലോ. താലികെട്ട് നടക്കട്ടെ, അപ്പൊ ശ്രീദേവിക്ക് അവളെ കാണാം. ഉം? ആ. ഭഗവാന്, ഇനി ഈ ഉള്ളവളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. അയ്യോ അയ്യോ, ശ്രീകുട്ടി. ശ്രീദേവി അടുത്തേക്ക് ഇത് എന്താ പറ്റിയത്? എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്ന പോലെ ഉണ്ടല്ലോ. ശരിയാ കാവേരി, മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടി മണ്ഡപത്തിലെത്തുന്ന തൊട്ടു മുന്നത്തെ നിമിഷം വരെ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ശ്രീകുട്ടി എത്തിയതോടെ സഞ്ജുന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കല്യാണം മുടങ്ങി. ഇപ്പതാ അവൻ ആഗ്രഹിച്ചതുപോലെ ശ്രീകുട്ടിയുമായി വിവാഹം നടക്കാൻ പോകുന്നു. എല്ലാ വിഷമങ്ങളും തീർന്ന് സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ശ്രീദേവി? കാവേരിക്ക് അങ്ങനെ പറയാം, പക്ഷെ എനിക്കെന്തോ ഇപ്പോഴും ടെൻഷൻ മാറിയിട്ടില്ല. പുതിയ ഓരോ കാരണങ്ങൾ കണ്ടെത്തി വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേ ശ്രീദേവി? അങ്ങനെ പുതിയതൊന്നും അല്ല കാവേരി. ശാസ്ത്രികൾ എന്ന് പറഞ്ഞ കാര്യം നീ മറന്നുപോയോ? നീയും കൂടി ഉള്ളപ്പോഴാണല്ലോ ശാസ്ത്രികൾ അങ്ങനെ ഒരു പ്രവചനം നടത്തിയത്. ഈ ശ്രീദേവേട്ടത്തിയുടെ ഒരു കാര്യം, ഏട്ടത്തി ഇതുവരെ അതൊന്നും മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? മനസ്സിൽ നിന്ന് അതൊക്കെ കളയാനോ? നീ എന്താ തമാശ പറയാ? ശാസ്ത്രികൾ എന്തെങ്കിലും പ്രവചിച്ച അതിന് വില കൽപ്പിച്ചേ മതിയാവൂ. അദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ശ്രീദേവേട്ടത്തി ഇങ്ങനെ ആദ്യ കയറ്റാൻ എന്താ ഉള്ളത്? ശാസ്ത്രികളുടെ പ്രവചനവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ എന്റെ ഉള്ളിൽ ബലപ്പെട്ടു വരിക. സഞ്ജുവിന്റെ താലികെട്ട് സമയത്ത് രക്ഷകയെ പോലെ ഒരു പെൺകുട്ടി അവിടെ എത്തുന്നു. അവള് സഞ്ജു ആദ്യം താലി കെട്ടിയ പെണ്ണായിരിക്കുമെന്നും ശാസ്ത്രികൾ പറഞ്ഞു വെച്ചിരുന്നു. എന്നിട്ട് ആരെങ്കിലും എത്തിയോ? അങ്ങനെ ഒരാളെ നീ കണ്ടില്ലേ കാവേരി? ഞാനാരെ കാണാന്? അങ്ങനെ ഒരാളെയും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. നീ ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കി. അത് മറ്റാരുമല്ല, അമ്മു. അതെ, ശാസ്ത്രികൾ പറഞ്ഞ ആള് അമ്മു ആവാനാ സാധ്യത. ഈശ്വരാ, അമ്മൂനെയാണ് സഞ്ജു ആദ്യം താലി കെട്ടിയതെന്ന് ശ്രീദേവി അടുത്ത് തിരിച്ചറിഞ്ഞ ഇനി എന്തെല്ലാം സംഭവിക്കോ എന്തോ. നീ എന്താ ആലോചിക്കുന്ന കാവേരി? ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്കും തോന്നിയിട്ടുണ്ടാവൂല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ശ്രീദേവി അടുത്തേക്ക് അമ്മൂനെ കുറിച്ചിങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? നമ്മുടെ അമ്മൂനെ വിവാഹം ചെയ്ത ആളിവിടെ വന്നത് ശ്രീദേവി അടുത്തും കണ്ടതല്ലേ? സഞ്ജയ് എന്നായിരുന്നു അവന്റെയും പേര്. അതൊക്കെ ശരി തന്നെയാ. എന്നാലും ശ്രീദേവി അടുത്തയുടെ ഈ സംശയങ്ങളെ കുറിച്ച് സഞ്ജു അച്ഛനോ ഈ പറയണ്ട. അവരെയും കൂടി ഓരോന്ന് പറഞ്ഞ് ടെൻഷനാക്കുന്ന എന്തിനാ? ശ്രീദേവി ഏട്ടത്തിയോട് ശാസ്ത്രികൾ അവസാനം പറഞ്ഞത് എന്താ? ആ സമയം കൂടി സമാഗതമാകാൻ പോവുകയാണ്. നിങ്ങൾ അവളെ കാണാൻ പോകുന്നു. ഈശ്വര, വിവാഹവേദിയിൽ അവള് വരൂ ശാസ്ത്രികളെ? അവൾ അവിടെ തന്നെ പ്രത്യക്ഷപ്പെടും. താലികെട്ട് നടക്കുമ്പോഴുള്ള കാര്യമല്ലേ? ആ, അതിന് താലികെട്ട് നടന്നില്ലല്ലോ.
പിന്നെങ്ങനെ ആ വിധത്തിൽ അമ്മനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയും? വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടി അസുഖം വരുത്തി വെക്കണ്ട. കല്യാണത്തിന് നല്ല അമ്മായിമ്മയായിട്ട് ഒരുങ്ങി നിൽക്കേണ്ടതാ. എന്നാ ഞാൻ പോട്ടെ, കുറച്ച് ജോലിയുണ്ട്. ശ്രീദേവടുത്തി വാ. ചെല്ലു കാവേരി. ജീവിതത്തിൽ ചന്ദ്രവർമ്മ ഇതുപോലെ നാണം കെട്ട നിമിഷം ഉണ്ടായിട്ടില്ല. ആ പയ്യൻ വർഷങ്ങളായി അവന്റെ മുറപ്പെണ്ണുമായി പ്രണയത്തിലാണെന്ന് അറിഞ്ഞു വെച്ച് അവനെ കൊണ്ട് മകളെ കെട്ടിക്കാൻ ഇറങ്ങിത്തിരിച്ചത് എന്തിനാണെന്ന് നീ പറയണം. എല്ലാവരും ചേർന്ന് ഈ നാട്ടിൽ വിളിച്ചു വരുത്തി എന്നെ ചതിച്ചതാ. ചന്ദ്രവർമ്മ വീണുപോയെന്ന് നീ കരുതിയോ? ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ കരുതിയതല്ല വർമ്മ സാറേ. ആ പെണ്ണിന്റെ കാലുകൾ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് കേട്ടാ ഞാൻ ആലോചനയുമായി മംഗലശ്ശേരിയിൽ പോയത്. അയ്യോ ഡാഡി, ഞാൻ വിഡ്ഢിയാണെന്ന് ഇനിയും നീ കരുതുന്നുണ്ടോ? ഞാൻ ഈ നാട്ടിൽ കാല് കുത്തുന്നതിന് മുമ്പേ നീ ഇതേ ആവശ്യമായി ആ വീട്ടിൽ പോയിരുന്നു. നിനക്ക് ആ വീടുമായി ഒരു ബന്ധം കൂടാനുള്ള വ്യഗ്രതയായിരുന്നു. നിനക്ക് കഴിയാത്തത് നിന്റെ മകളിലൂടെ സാധിച്ച് സായുജ്യമടയാനാണ് നീ ശ്രമിച്ചത്. പകവീട്ടാനെന്ന പേരിൽ നീ വന്നത് പരിണയം നടത്താനായിരുന്നു. അതിന് നീ സഞ്ജു സ്നേഹിച്ച പെണ്ണിനെ ടാർഗറ്റ് ചെയ്തത്. വർമ്മയെ ചതിച്ചവരാരും നീ ഭൂമുഖത്തില്ല. നിനക്കും മാപ്പില്ല. വർമ്മ സാറിനെ കൊന്നോളൂ. വർമ്മ സാറിന്റെ കൈകൊണ്ട് മരിക്കാൻ തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. മരിക്കേണ്ടത് മമ്മിയല്ല, ഞാനാ. എനിക്ക് വേണ്ടിയാ മമ്മി ഇതൊക്കെ ചെയ്തത്. ഡാഡി എന്നെ കൊന്നേക്ക്. മോള് പറഞ്ഞത് സത്യമാ വർമ്മ സാറേ. സഞ്ജുവിനോട് മോക്ക് ഇഷ്ടം തോന്നിയത് പഠിക്കുന്ന കാലത്താ. മോളിങ്ങോട്ട് വന്നതും ആ ഒരു ലക്ഷ്യം വെച്ചാ. ഇവിടെ വന്നിട്ടാ ഞങ്ങളും ഈ സത്യമൊക്കെ അറിയുന്നത്. ദക്ഷ അത് അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാകാതിരുന്നപ്പോ മോള് കൈത്തന്നെ മുറിച്ചു. അങ്ങനെയാ മമ്മിക്ക് മോളുടെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നത്. ഡാഡി മടിക്കണ്ട, എന്നെ കൊന്നേക്ക്. ഇനി ഞാൻ എന്തിനാ ഡാഡി ഒരു ജീവശവമായി ജീവിക്കുന്നത്? ഞാൻ മടങ്ങിപ്പോവുകയാണ്. പക്ഷേ കൂടെ നിങ്ങൾ ഉണ്ടാവില്ല. മമ്മിയും മോളും മുംബൈയിൽ കാലുകുത്തുന്നത് എന്നെ അപമാനിച്ചവരുടെ അന്ത്യം കണ്ടിട്ട് വേണം. അതിന് കഴിയില്ലെങ്കിൽ തിരിച്ചു വന്നേക്കരുത്. വർമ്മ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നത് രക്തമോ ബന്ധമോ നോക്കിയിട്ടല്ല, ആത്മാർത്ഥത കണ്ടറിഞ്ഞ് മാത്രമാണ്. നീ എൻ്റെ ലൈഫിലേക്ക് വന്നതും അതുകൊണ്ട് മാത്രം. ഇനി 2 നാൾ കൂടി കഴിയുമ്പോൾ 14 ദിനരാത്രം പൂർത്തിയാവും. കടുത്ത വിഷാദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ,
ഇവയാൽ ഇദ്ദേഹം നന്നേ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പഞ്ചകർമ്മയിലൂടെ ശരീരശുദ്ധി വരുത്തി ചെറു ചൂടോടെ ഔഷധ എണ്ണ ഇടതും വലതുമായി ധാര ചെയ്ത് ഞരമ്പുകൾ ഉത്തേജിപ്പിക്കും. ശിരോധാരയിൽ ഉണരാത്ത തലച്ചോർ ഉണരും. 14 ദിനം കഴിഞ്ഞാൽ 4 നാൾ വിശ്രമം. പുതിയൊരു മനുഷ്യനായിട്ടായിരിക്കും ഇവിടെ നിന്നുള്ള ഇയാളുടെ മടക്കം. വളരെ നന്ദിയുണ്ട് തിരുമേനി. നഷ്ടപ്പെടുമെന്ന് കരുതിയ ജീവിതം അങ്ങ് എനിക്ക് തിരികെ നൽകിയത്. എല്ലാം ദൈവനിശ്ചയം. നിങ്ങൾ ഇറങ്ങ്. തിരുമേനി, മോൾക്ക് അവിടെ വെച്ച് സുഖമില്ലാതായി. കാര്യങ്ങളെല്ലാം സ്വയം തീരുമാനിച്ചു തുടങ്ങിയല്ലേ? മുത്തച്ഛ, അത് ഞാൻ മറ്റൊരു വഴി ഞാനപ്പോൾ കണ്ടില്ലായിരുന്നു. ഞാൻ ഒരിക്കലും മുത്തച്ഛനെയോ മുത്തച്ഛൻ്റെ വാക്കുകളെയോ ധിക്കരിച്ചിട്ടില്ല. കൂടുതൽ നേരം ഇവിടെ ഇങ്ങനെ നിർത്തണ്ട. മുറിയിലേക്ക് കൊണ്ടുപോയിക്കുള്ളൂ. ചെല്ലേ. തിരുമേനി പൊറുക്കണം. ഇക്കാര്യത്തിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്നും യാതൊരു പിഴവും ഉണ്ടായിട്ടില്ല. എനിക്ക് വേണ്ടിയായിരുന്നു ഡോക്ടർ ഞങ്ങളോടൊപ്പം കൂടിയത്. എന്റെ ചേച്ചിയെ മണ്ഡപത്തിലെത്തിക്കാൻ കൂട്ടുനിന്നത്. പ്രഭാചന്ദ്രൻ വിളിച്ചു പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷേ ഗോവിന്ദൻ ഒരു ഡോക്ടറാണ്. കുറച്ചുകൂടി വിവേകം കാട്ടാമായിരുന്നു. സ്വന്തം പദവിയെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും അടുത്തിടെ ഗോവിന്ദൻ വിസ്മരിച്ചു പോകാറുണ്ട്. അല്ലെങ്കിൽ ആയിരങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ വീഴുന്നിടത്തേക്ക് അർത്ഥചികിത്സയിലായിരിക്കുന്ന രോഗിയെയും കൂട്ടി പോകുമായിരുന്നു. തിരുമേനി, അങ്ങ് ക്ഷമിക്കണം. എനിക്ക് വേണ്ടിയാ, എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാ അമ്മവും ഗോവിന്ദവും സ്വാതിയുമായി മണ്ഡപത്തിലേക്ക് വന്നത്. അവരങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലായിരുന്നെങ്കിൽ ഈ സഞ്ജു ഇന്ന് ജീവനോടെ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അതേ തിരുമേനി, എൻ്റെ മോള് ശ്രീകുട്ടിയല്ലാതെ മറ്റൊരാളെ താലി കെട്ടേണ്ടി വന്ന കതിർ മണ്ഡപത്തിൽ വെച്ച് ജീവൻ ഒടുക്കുമെന്ന് സഞ്ജു ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു. സ്വാതിയുമായി ആ നിമിഷം അമ്മവും ഗോവിന്ദും അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആ കതിർ മണ്ഡപം പല മരണങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. എൻ്റെ ശ്രീകുട്ടിയെ ഈ വിധത്തിൽ കാലുകൾ തളർത്തി ഒടുവിൽ ഔഷധക്കോളത്തിൽ തള്ളിയിട്ട് അപായപ്പെടുത്താൻ ആളെ അയച്ച ദക്ഷയുടെ മകളുമായിട്ടാണ് സഞ്ജുവിൻ്റെ വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. മുത്തശ്ശ, സഞ്ജുവിൻ്റെ വിവാഹം സ്വാതിയുമായിട്ട് നടത്തുമെന്ന് ലച്ചു വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവക്കാട് കയറി ശിവലിംഗത്തിൽ തല തല്ലി ജീവത്യാഗം ചെയ്യുമെന്ന് ലച്ചു മനസ്സിൽ കുറിച്ചിരുന്നു. എന്താ കുട്ടി ഞാൻ ഈ കേൾക്കുന്നത്? എത്ര വലിയ അബദ്ധമാണ് നീ മനസ്സിൽ കുറിച്ചതെന്ന് വല്ല ബോധവുമുണ്ടോ? ജീവൻ കൊണ്ട് കളിക്കുക പക്വമതികളുടെ ലക്ഷണമാണോ? ഇത്ര ചഞ്ചലമാണോ നിന്റെ മനസ്സ്?
എന്റെ ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും വിവാഹം നടക്കുന്നതിനപ്പുറം ഈ ലക്ഷ്മിക്ക് മറ്റൊന്നും വേണ്ട തിരുമേനി. ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. ജീവിതാഭിലാഷമായി ഞാൻ കാണുന്ന ആ ഒരു കാര്യം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രാണത്യാഗം തന്നെയാണ് എന്റെ മുന്നിലുള്ള ഏക മാർഗം.